ഞങ്ങളുടെ സമൂഹം, കത്തോലിക്ക സമൂഹമാണ് ഇത് ഏറ്റവും സമ്പന്നര്. 2% താഴെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്ത് 93 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഞങ്ങളുടെ ഒരു കോൺഗ്രിഗേഷനാണ് CMI എന്ന് പറയുന്ന ഒരു സഭ. ധർമാരം കോളേജും ബാംഗ്ലൂർ, അതുപോലെ ആലുവയിലെ പ്രസ്ഥാനം, ഇവർക്കൊക്കെ മുകേഷ് അംബാനിയെക്കാളും സമ്പത്തുണ്ട്. ഒരു നികുതി അവർക്ക് കൊടുക്കണ്ട. ഇതെല്ലാം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട്, സൊസൈറ്റി ചാരിറ്റി ആണ് അവർ ചെയ്യുന്നത്. അവർക്ക് നികുതി കൊടുക്കണ്ട. ഈ അടുത്ത കാലത്ത് ഒരു ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്കുണ്ട്, കത്തോലിക്കനല്ല, KP യോഹന്നാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ KP യോഹന്നാൻ്റെ വിദേശ പണം ഒരുപാട് അയാൾ വരുത്തുന്നുണ്ടായിരുന്നു. 750 കോടി രൂപ ഗോസ്പൽ ഏഷ്യ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് അയാൾ പിരിച്ചെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾ 33% കുടിവെള്ളം, ശുദ്ധമായ കുടിജലമില്ലാതെ രോഗഗ്രസ്തരാകുന്നു. ഞങ്ങളിവിടെ കിണർ കുഴിച്ച് വെള്ളം കൊടുക്കാൻ പോകുന്നു. ആ കിണറുകൾക്ക് ജീസസ് വെൽ എന്ന് പേര് കൊടുക്കും, ക്രിസ്തുവിൻ്റെ ശുദ്ധജല കിണർ എന്ന് പേര് കൊടുക്കും. ഇതിനുവേണ്ടി 750 കോടി രൂപ പിരിച്ചിട്ട് അയാൾ 5.25 കോടിക്ക് കിണറുണ്ടാക്കി എന്നുള്ള സത്യമാണ്. അമേരിക്കയിലെ ഈയിടെ അടുത്ത കാലത്ത് ചെന്നപ്പോൾ അവർക്ക് ഈ തട്ടിപ്പ് മനസ്സിലായി. അവർ പറഞ്ഞു, നിങ്ങൾ പിരിച്ച് ഇവിടുന്ന് തന്ന കണക്കിൻ്റെ പണവും ചെലവാക്കിയ രീതിയും ഞങ്ങൾക്ക് അറിയണം, അല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമേരിക്കയിൽ അത് കേസാകുമെന്നറിഞ്ഞ് KP യോഹന്നാൻ 261 കോടി രൂപ ഗോസ്പൽ ഏഷ്യയുടെ അമേരിക്കൻ ബ്രാഞ്ചിന് പിഴ കെട്ടിയിട്ട് അയാളെ തടി തപ്പിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ വിദേശ പണം ആരും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ വരുന്നുണ്ട്, എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്, അവരുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെ ഈ രാജ്യം പോയാൽ നമ്മൾ എവിടേക്കാണ്? അരാജകത്വത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു സമുദായമുണ്ട്, മുസ്ലിം സമുദായം. അതായത് ഉള്ളതിൽ നിന്ന് ആരുടെ വിഷമം കണ്ടാലും കൊടുക്കുക. വർഷത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ വളരെയധികം നിർബന്ധപൂർവം തന്നെ അതിനെ നോക്കി കണ്ടുകൊണ്ട് തങ്ങളുടെ സ്വത്തിൽ നിന്ന് ഇത്ര ശതമാനം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഞങ്ങളുടെ സമുദായം ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം കൈവശം വെച്ചിരിക്കുന്നതും എല്ലാവിധ കൃത്രിമവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സമുദായമാണ് എന്നുള്ളതാണ് പൊതുവെ ആരോപണം. മുസ്ലിം സമുദായം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. അതായത് നാട്ടിൽ നിന്ന് കിട്ടുന്ന പിരിവ് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞതുപോലെ ചാരിറ്റിയുടെ മറവിൽ വലിയ കോടികളുടെ കണക്കോ ഇല്ല എന്ന് മാത്രമല്ല, അധ്യാപകർക്ക് പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അത് നടന്നു പോകൽ അനിവാര്യമാണ്, അത് നടത്തേണ്ടത് നമ്മുടെ കടമയാണ്, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് അത്തരം വിശ്വാസികളിൽ നിന്ന് കിട്ടുന്ന അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങളിലൂടെയാണ് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ മഹല്ലുകളിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് സംഘികൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ്. പക്ഷേ കുറ്റക്കാരപ്പോഴും ഈ സമുദായം തന്നെയാണ്. താങ്കൾ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ ഞങ്ങൾ കുറഞ്ഞ ആളുകളുള്ളെങ്കിലും ഒരുപാട് കോടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കൈവച്ചിരിക്കാൻ ഞങ്ങൾക്ക് പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു രോഗിയുടെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അത് നാടിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്ന രീതിയിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അത് കൊടുക്കും. അതിലൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതാണ് വിശ്വാസത്തിൻ്റെ സ്ഥൈര്യത എന്ന് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കണം, അങ്ങനെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുന്നവർ, ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുമെന്നുള്ള, എല്ലാവരെയും സഹായിക്കണമെന്നുള്ള ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് കെട്ടിപ്പിടിക്കാനും ആർക്കും കൊടുക്കാതെ അങ്ങനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമാണെങ്കിൽ ഈ സമുദായം എന്നോ വേറെ ലെവലിലെത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ യാതൊരുവിധ കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ ഇനി വരുന്നത് നോമ്പാണ്. ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ആത്മീയപരമായും ഒക്കെ അതിനെ സ്ഫുടം ചെയ്തെടുത്തു, വിശ്വാസത്തെ സ്ഫുടം ചെയ്യുക, അതിലൂടെ റിഫ്രഷ്മെൻ്റാണ് ഒരു വിശ്വാസി, ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നടക്കുക. അതിൽ പ്രധാനപ്പെട്ടത് സക്കാത്ത്. ഈ സക്കാത്തിൽ നോമ്പിനായതുകൊണ്ട് അതിന് പ്രതിഫലം കൂടുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ തന്നെ ആ സക്കാത്തിൻ്റെ വിഹിതങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന, അത്തരത്തിൽ പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നും പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. പൂഴ്ത്തിവെച്ചതിൻ്റെ കണക്കോ സമ്പന്നരായതിൻ്റെ കണക്കോ ഒന്നുമില്ല. മാത്രമല്ല, വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പോലും ഇസ്ലാമിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും മറ്റുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പോലും കയ്യേറിയ കണക്കുകൾ ഇന്ത്യ രാജ്യത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ
എത്രത്തോളമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നറിയോ ഈ പറയുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം? ശതകോടീശ്വരന്മാർ വരെ വീട് വെച്ചിരിക്കുന്നത് ഇത്തരം വഖഫ് ഭൂമിയിലാണ് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പം മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ പോലും നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പുറത്തുള്ള മറ്റൊരു സമുദായം, പ്രതിക്കൂട്ടിലുള്ള സമുദായം. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് കൂട്ടി വായിച്ചു എന്ന് മാത്രം. അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ?